നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളുടെ ജീവിത പ്രശ്നം അതിസങ്കീർണമായ ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. സർക്കാരിൻ്റെ പല നയനിലപാടുകളും രാജ്യത്തെ തൊഴിലാളികളുടെ ജീവിത സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഇത്തരം ഒരു ഉദ്യമത്തിന് മുന്നോട്ട് വരുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് രാജ്യത്തെ നിരവധിയായ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആ ആവശ്യങ്ങളോട് നിഷേധാത്മകമായ സമീപനങ്ങളാണ് കഴിഞ്ഞ കാല ഗവൺമെൻറ്റുകൾ, അത് ദേശീയ ഗവൺമെൻറ്റാണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റാണെങ്കിലും വളരെ നിഷേധാത്മകമായ നിലപാടുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തും ലോകത്തുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആഗോളവൽക്കരണ നയങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. തൊഴിലാളികളുടെ നിരവധിയായ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരം ഒരവസ്ഥയിൽ രാജ്യത്തെ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യത ഗവൺമെൻറ് നിർവഹിക്കുന്നില്ല എങ്കിൽ രാജ്യത്തെ ജനങ്ങൾ, ജനാധിപത്യ വിശ്വാസികൾ തൊഴിലാളി സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്കറിയാം, തൊഴിലിടങ്ങളിൽ നിന്ന് തൊഴിലില്ലായ്മ ഒരു വലിയ പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിരവധിയായ തൊഴിൽ ചൂഷണങ്ങൾ കോർപ്പറേറ്റുകളുടെ ഭാഗമായി, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരണകൂടങ്ങൾ നിലപാടുകൾ എടുക്കുന്നതിൻ്റെ ഭാഗമായി തൊഴിലാളികളുടെ അവകാശങ്ങളെ നിഷേധിച്ചു കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനത്തിലേക്ക് രാജ്യത്തെ ഗവൺമെൻറ്റുകളെ എത്തിക്കുക എന്നുള്ളതാണ് ഒരു പുരോഗതിയിലേക്ക് പോകുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് സത്വരമായി തൊഴിലിടങ്ങളിൽ സർക്കാരുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് തൊഴിലില്ലായ്മ വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലിടങ്ങളിലെ ചൂഷണങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. ഒട്ടേറെ തൊഴിലാളികൾ തൊഴിലില്ലാതെ വരുന്നു, അവർക്ക് തൊഴിൽ സുരക്ഷിതത്വമില്ലാതെ വരുന്നു, അവരുടെ ആനുകൂല്യങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നു. ഇതെല്ലാം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് ഗവൺമെൻറ്റുകൾ ഇപ്പോൾ, അത് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ കാലത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു സർക്കാരായിട്ട് പോലും തൊഴിലാളികൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് പൊതുരംഗത്തേക്ക് വന്നപ്പോൾ അതിനോട് നിഷേധാത്മകമായ സമീപനമാണ് എടുത്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആശാസമരങ്ങളിലടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്ത നിലപാടുകൾ ആ സർക്കാർ തന്നെ നിലംപതിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി. അതുപോലെ തന്നെ ചുമട്ടുതൊഴിലാളി ഭേദഗതി നിയമങ്ങളടക്കം ഇവിടെ നടപ്പിലാക്കിയപ്പോൾ അവിടെ അതിനെതിരെ ശബ്ദിക്കേണ്ട ഇവിടുത്തെ മുഖ്യധാര ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള CITU അടക്കമുള്ള ITC അടക്കമുള്ള സംഘടനകൾ വളരെ ഭീകരമായ ഒരു നിശബ്ദതയായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇത്തരം തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ളൊരു ഇടപെടലാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻസ് നമ്മുടെ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയ ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ സത്വരമായ ചില നടപടികൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയുടെ തന്നെ ചില പ്രസ്താവനകൾ വന്നു. വളരെ ആശാവഹമായിട്ടുള്ള ആശാ വർക്കർമാരുടെ അടക്കം വേതനങ്ങളിൽ കാര്യമായ വർധനവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിലപാടുകൾ എടുക്കുമെന്ന് പറഞ്ഞു. ക്ഷേമനിധി ബോർഡുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ എടുക്കുമെന്ന് സർക്കാരുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻസും മറ്റ് ട്രേഡ് യൂണിയനുകളുമൊക്കെ ക്ഷേമനിധി ബോർഡുകളുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിച്ചു. ഉദാഹരണത്തിന് നിർമ്മാണ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 20 മാസത്തിലധികമായി അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടില്ല. അവർക്ക് ക്ഷേമനിധിയിൽ അടച്ച തുക, അത് തൊഴിലാളിക്ക് അവൻ ആ അംശാദായം അടച്ച് അതിൻ്റെ കാലപരിധിക്ക് ശേഷം അവന് തിരികെ കൊടുക്കേണ്ടതാണ്. അത് കൊടുത്തിട്ടില്ല. കോടിക്കണക്കിന് രൂപ ഇങ്ങനെ കുടിശ്ശികയായി വരുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡുകളെല്ലാം അവിടുത്തെ സിസ്റ്റം തന്നെ മൊത്തത്തിൽ തകരാറാകുന്ന ഒരവസ്ഥയിലേക്കാണ് മാറിത്തീരുന്നത്. അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത്
ഒരുപക്ഷെ ആ വകുപ്പിന്, തൊഴിൽ വകുപ്പിന് നേതൃത്വം കൊടുക്കേണ്ട പ്രധാനപ്പെട്ട മന്ത്രി ആ വകുപ്പിനെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല, ആ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നിശബ്ദത പാലിച്ചുകൊണ്ട് മറ്റ് വകുപ്പുകൾ, അദ്ദേഹത്തിൻ്റെ തന്നെ ചുമതലയുള്ള മറ്റു വകുപ്പുകളിലേക്ക് പോയതിൻ്റെ ദുരന്തമാണ് കേരളം അനുഭവിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിർമ്മാണ തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, നിർമ്മാണ സാമഗ്രികളുടെ വലിയ തോതിലുള്ള വിലക്കയറ്റം, അതുപോലെ മണൽക്ഷാമം, പിന്നെ തൊഴിലാളികളെ കിട്ടാത്ത അപര്യാപ്തത, ഇതെല്ലാം നിർമ്മാണ മേഖലയെ വലിയ പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതാവസ്ഥ. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരും വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. കാരണം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള നയനിലപാടുകൾ എടുക്കുന്നതിൻ്റെ പേരിൽ കടൽ തീരങ്ങളടക്കം ഖനനം ചെയ്യാനായിട്ടുള്ള സമീപനങ്ങൾ എടുക്കുന്നു. വലിയ ട്രോളറുകൾ വന്ന് നമ്മുടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്ന മേഖലയിലടക്കം കടന്നു കയറി മത്സ്യം ചൂഷണം ചെയ്തെടുക്കുന്ന വലിയ ഒരവസ്ഥ വന്നിരിക്കുന്നു. അവിടെ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെതിരായി ശബ്ദമുയർത്തേണ്ട കേരളത്തിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ വലിയ നിശബ്ദതയിലേക്ക് പോയി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. FITU അടക്കമുള്ള സംഘടനകൾ ഈ വിഷയത്തിലടക്കം നിരവധിയായ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടേറെ സമരങ്ങൾ നടത്തിയത് നമുക്ക് കാണാൻ കഴിയും. നിർമ്മാണ തൊഴിലാളികൾ, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ, കാറ്ററിംഗ് ആൻഡ് ഹോട്ടൽ വർക്കേഴ്സ് യൂണിയൻ, നമുക്കറിയാലോ ഇപ്പോൾ ഗ്യാസിൻ്റെ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ടൊക്കെ വിപണിയിൽ വലിയ വിലവർദ്ധനവ് നിലനിൽക്കുന്ന ഒരു സമയത്ത് ഈ മേഖലയിലടക്കം വലിയ പ്രതിസന്ധികളുണ്ട്. ഗ്യാസൊക്കെ ഒരു കരിഞ്ചന്തയിലൂടെ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പോലും കൃത്യമായ ഇടപെടലുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി വരുന്നില്ല. ഈ മേഖലകളിലടക്കം വലിയ പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെതിരെ കൃത്യമായ ശബ്ദങ്ങൾ ജനാധിപത്യ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന്, തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരണമെന്നാണ് FITU ആഗ്രഹിക്കുന്നത്. ആ നിലയിലുള്ള ചെറുതും വലുതുമായ ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ, തനത് പ്രക്ഷോഭങ്ങളും മറ്റ് സംഘടനകളുമായി ചേർന്നിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്കും ഞങ്ങൾ നേതൃത്വം കൊടുത്തു വരികയാണ്. അപ്പോൾ ഈ നിർമ്മാണ തൊഴിലാളികളുടെ കഴിഞ്ഞ കാലത്ത് നമ്മുടെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ക്ഷേമനിധി പെൻഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളിപ്പോൾ FITU തന്നെയാണെങ്കിലും സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ വ്യത്യസ്ത സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയൊക്കെ ചെയ്തിരുന്നുണ്ട്. ഏതാണ്ട് 18 മാസത്തിലധികം വരുന്ന തുക, പെൻഷൻ തുക വിതരണം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ചെയ്യാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരമൊരു സാഹചര്യത്തെ പുതിയ സർക്കാർ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നതും ഒരു പ്രശ്നമാണ്. കാര്യം ഈ പ്രായോഗികമായിട്ടുള്ള ചില വിഷയങ്ങൾ, അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ ഉയർന്നു വന്ന വലിയ വിഷയങ്ങളിൽ ഒന്നാണ് ഈ നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ UDFൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ INTUCയുടെ ഭാഗമായിട്ടുള്ള ആളുകളോ INTUC അടക്കം ഇത്തരം വിഷയങ്ങളിൽ സമരം നടത്തുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ അത്തരം പ്രഖ്യാപനങ്ങളോ സംവിധാനങ്ങളോ ഒന്നും ഈ VD സതീശൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് രൂപപ്പെട്ടു വന്നിട്ടില്ല. അപ്പോൾ അതും ഒരു തൊഴിലാളി സംഘടന എന്ന നിലയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണല്ലോ സത്യത്തിൽ. തീർച്ചയായിട്ടും അത് നമ്മൾ സതീശൻ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനത്തിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ മേഖലയിൽ കാര്യമായ ഒരു ശ്രദ്ധ അവിടെ കൊടുത്തിട്ടില്ല. അടിയന്തരമായി ക്ഷേമനിധി ബോർഡുകൾ അടക്കം പുനരുജ്ജീവിപ്പിക്കുമെന്ന് പറയുമ്പോൾ അടിയന്തരമായി അതിൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥ, പ്രത്യേകിച്ച് ആ മേഖലയിലുള്ള തൊഴിലാളികളുമായി ബന്ധപ്പെട്ട അവരുടെ ക്ഷേമനിധി ബോർഡുകളുമായി ബന്ധപ്പെട്ട അനാസ്ഥയും കുടിശ്ശിക വിതരണവും ഒക്കെ നടപ്പിലാക്കാനായിട്ടുള്ളൊരു ആർജവം VD സതീശൻ സർക്കാർ കാണിച്ചില്ലെങ്കിൽ FITUവിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏകപക്ഷീയമായി ആരെങ്കിലും പിന്തുണയ്ക്കുന്ന ഒരു സംഘടനയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് തെരുവിൽ നമ്മൾ ഉണ്ടാകും. കഴിഞ്ഞ കാലത്ത് സെക്രട്ടേറിയറ്റ് പടിക്കലടക്കം നടത്തിയിട്ടുള്ള നിരവധി സമരങ്ങൾ മുമ്പിലുണ്ട്. നിർമ്മാണ ട്രേഡ് യൂണിയൻ ഐക്യസമിതിയുമായി സഹകരിച്ച് നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങളുണ്ട്. ആ പ്രക്ഷോഭങ്ങളുടെ തുടർച്ച ഈ വിഷയത്തിൽ സത്വരമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും FITUവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. ഈ കഴിഞ്ഞൊരു 10 വർഷം കൊണ്ടുണ്ടായുള്ളൊരു ഇതെന്ന് പറയുന്നത് മൊത്തത്തിൽ തൊഴിൽ സംസ്കാരം മാത്രമല്ല, മൊത്തത്തിൽ കേരളീയരുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ഒന്നിനോടും പ്രതികരിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ കാണുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ നല്ല ഒരു ജീവിതാവസ്ഥയിൽ നിന്നും പിന്നെ ശമ്പള സ്കെയിലുള്ളത് എന്നും, അല്ലെങ്കിൽ ജീവിത നിലവാരം ഉയർന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിലാണ്. പക്ഷെ നമ്മൾ അടിസ്ഥാനപരമായി അങ്ങനെ പറയുമ്പോൾ പോലും ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിലേക്ക് അല്ലെങ്കിൽ അസംഘടിത മേഖലയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പിന്നെ യഥാർത്ഥത്തിൽ അവരെ അഡ്രസ്സ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അവർ ചൂഷണം ചെയ്യപ്പെടുന്നതിനെ ഉയർത്തിക്കാട്ടുകയോ ചെയ്യുന്ന വിഷയത്തിൽ
സ്വാഭാവികമായും നമുക്കറിയാവുന്ന പോലെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എന്താണ് പിന്തുടർച്ചക്കാരായതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ ആ സമരങ്ങളിലേക്ക് ശക്തമായി വരുന്നില്ല. അപ്പോൾ നമ്മൾ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഇപ്പം നേഴ്സിംഗ് സമരം നടന്നു. ആ സമരത്തോട് എല്ലാ സംഘടനകളും സ്വീകരിച്ചൊരു നിലപാട് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും അധികം കേരളത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് നേഴ്സിംഗ് തൊഴിലാളികൾ എന്ന് പറയുന്നത്. അവരെടുക്കുന്ന ജോലി, അവരുടെ സമയക്രമം, പിന്നെ നിലവിലുള്ള സാഹചര്യം വെച്ചുകൊണ്ട് 8 മണിക്കൂർ കഴിഞ്ഞാൽ ഓവർ ടൈം അടക്കമുള്ള സംവിധാനങ്ങൾ അവർക്ക് ബാധകമല്ല. ഇത് നേഴ്സിംഗ് മേഖല മാത്രമല്ല, അസംഘടിത മേഖലയിലുള്ള ഇപ്പം കടകളിൽ ഷോപ്സിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ മാളുകളിൽ വർക്ക് ചെയ്യുന്ന, സിനിമാ തിയേറ്ററുകളിൽ വർക്ക് ചെയ്യുന്ന, അതുപോലെ തന്നെ കാർഷിക മേഖലയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ ഉൾഗ്രാമങ്ങളിലടക്കമുള്ള കാർഷിക മേഖലയിലെ അസംഘടിതരായ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേതനങ്ങളുടെ കാര്യത്തിലോ അവരുടെ സമയക്രമത്തിലോ ഒന്നും യാതൊരു ഇതുമില്ല. അതേസമയം നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ കേരളം ആ അർത്ഥത്തിൽ ബോധവാന്മാരാണെന്നും അവർ അവകാശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുമുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു 10 വർഷം അത്തരം അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ സംഘാടനവുമായി ബന്ധപ്പെട്ടോ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടോ ഒരു തൊഴിലാളി സംഘടനകളും രംഗത്തില്ലാതിരുന്ന ഒരു സാഹചര്യം കൂടി ഇതിനൊരു കാരണമായേക്കാം. കാരണം ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷത്തിൽ ഒരുപാട് വിഷയങ്ങളുടെ സമരങ്ങൾ ഉണ്ടായെങ്കിൽ കൂടി ഈ പുതിയ സർക്കാർ അധികാരം ഏറ്റെടുത്തപ്പോൾ കുറച്ചും കൂടി കളർഫുള്ളായ സമരങ്ങളെ മാത്രം അദ്ദേഹം ആദ്യത്തെ നയപ്രഖ്യാപനത്തിൽ തന്നെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആശാവർക്കർമാരുടെ സമരത്തിനെ മാത്രം അഡ്രസ്സ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നൊരു തോന്നൽ. അതേസമയം അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതിലൊന്നും അഡ്രസ്സ് ചെയ്യാൻ പോയില്ല. കാരണം ആ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിന് വേറെ കുറേ മാനങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ രാഷ്ട്രീയമായ പിന്തുടർച്ചയാണോ അതിന് കാരണം എന്നുള്ളതാണ്. അതിലെനിക്ക് തോന്നിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് RSS മുന്നോട്ട് വെച്ചൊരു പോയിന്റ് എന്ന് പറയുന്നത് BMS-നോട് പുതിയ സർക്കാരിനെതിരെ, അതായത് 1ാം മോഡി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്താണ്. അന്ന് RSS BMS-നോട് പറഞ്ഞൊരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ പുതിയ സർക്കാരിനെ സമ്മർദ്ദത്തിലാഴ്ത്തുന്ന രീതിയിൽ സമരങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു സമീപനമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 1ാം മോഡി സർക്കാരിൻ്റെ തുടക്ക കാലഘട്ടത്തിലോ ഇന്ന് വരെയോ നമ്മൾ ദേശീയ പണിമുടക്ക്, ലേബർ കോഡ് അടക്കമുള്ള വിഷയങ്ങളിൽ നടക്കുന്ന ദേശീയ പണിമുടക്ക് അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാഴ്ത്തുന്ന രീതിയിൽ BMS പോലുള്ള സംഘടനകൾ പ്രത്യക്ഷത്തിൽ വരുന്നില്ല. അതേസമയം സംസ്ഥാനത്ത് വേറെ രീതിയിൽ ഉള്ളൊരു പ്രതിസന്ധി കൂടി വന്നു. അതായത് സംയുക്ത ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നൊരു ഫോറം കേരളത്തിൽ രൂപപ്പെടുകയും അതിൽ ഭരണകക്ഷി അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിൻ്റെ ഭാഗമായി, നമ്മൾ കുറച്ചുകൂടി വ്യക്തമായി സംഘടനകളുടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ CITUവിൻ്റെ നേതൃത്വത്തിലായിരുന്നു സത്യത്തിൽ അതിൻ്റെ ഒരു സിസ്റ്റം ഉള്ളത്. അതുകൊണ്ടാണ് ആശാസമരം തുടങ്ങിയതിന് ശേഷം AIUTCയെ പുറത്താക്കാൻ അവർ തീരുമാനിച്ചത്. തങ്ങളുടെ സംയുക്ത സമരസമിതിയുടെ വേദിയിലുണ്ടായിരുന്ന ഒരു സംഘടനയെ പുറത്താക്കിക്കൊണ്ട് അവർ പ്രതികാര നടപടി എന്നതുപോലെയാണ് ആശാസമരം ചെയ്തതിൻ്റെ പേരിൽ ആ സംഘടനയെ പുറത്താക്കിയത്. സത്യം പറഞ്ഞാൽ അങ്ങനൊരു തൊഴിലാളി സംഘടന കൾച്ചർ, അതായത് ഭരിക്കുന്ന പാർട്ടികൾക്ക് വേണ്ടി നിൽക്കുന്നു അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്നൊരു ശൈലിയിലേക്ക് തൊഴിലാളി സംഘടനകൾ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടികളുടെ ഭാഗമായി നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരം പൊളിറ്റിക്കൽ അഫിലിയേഷൻസ് ഉള്ള ട്രേഡ് യൂണിയനുകൾ സ്വാഭാവികമായി അവരുടെ പാർട്ടികൾക്ക് വേണ്ടി സംസാരിച്ചതിൻ്റെ ഒരു ഗതികേട് കൂടിയാണ് നമ്മൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നമ്മൾ കണ്ടതെന്ന് നമുക്ക് വിശകലനം ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വലിയ ഒരു തൊഴിലാളി പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആത്മവഞ്ചനയാണ്. കാരണം ഭരിക്കുന്ന ഭരണകൂടത്തോട് വിധേയപ്പെട്ടുകൊണ്ട് കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, തൊഴിലാളികൾ തെരുവിൽ സമരം ചെയ്യുമ്പോൾ അതിനോട് നിശബ്ദത പാലിക്കുക. ആശാസമരങ്ങളിലടക്കം നമ്മൾ കണ്ടു. ഉത്തർപ്രദേശിലെ നോയിഡയിൽ അവിടെ നടന്ന സമരങ്ങളിൽ BMS-ൻ്റെ നിശബ്ദത നമ്മൾ കണ്ടു. മറ്റു പല ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും ഭരണകൂടങ്ങളുടെ ഭാഗമായി, ഇപ്പോൾ കേരളത്തിലടക്കം ഇനി അടക്കാൻ പോകുന്ന കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ INTUC-യുടെ ഒരു നിശബ്ദത സ്വാഭാവികമായിട്ട് വരും. അങ്ങനെ വരാൻ പാടില്ല. ഒരു തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികൾ ഒരു വർഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി കാലാകാലങ്ങളിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ കൃത്യമായ നിലപാടുകൾ എടുത്ത് പ്രതികരിക്കുക എന്നുള്ളതാണ് തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ കടമ. ആ കടമ കുറേ വർഷങ്ങളായി പല ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെയും പഴയ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ അവർ തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊണ്ടൊരു ചരിത്രം അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ഇന്നും പ്രസക്തമായി നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഭരണകൂടങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട്, കോർപ്പറേറ്റുകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് തൊഴിലാളി പക്ഷ നിലപാടുകൾ എടുക്കാതെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ
മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇത് വളരെ ഗൗരവമായ ഗൗരവപ്പെട്ട ഒരു പ്രശ്നമായി ട്രേഡ് യൂണിയൻസ്, വിവിധ ട്രേഡ് യൂണിയനുകൾ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ശരിക്ക് ഈ ഒരു സാംസ്കാരികമായ ഒരു ചേഞ്ച്, തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ സാംസ്കാരികമായ ഒരു ചേഞ്ച് നമ്മൾ എടുത്തു നോക്കുമ്പോൾ 91 ഘാട്ട് കരാർ ഒപ്പിടുന്നത് വരെ യഥാർത്ഥത്തിൽ നമ്മൾ INTUCൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ദേശീയ പ്രക്ഷോഭമായി എടുത്തു നോക്കുമ്പോൾ ആ സമയം വരെയും യഥാർത്ഥത്തിൽ ഭരിക്കുന്ന പാർട്ടികളുടെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ കൂടി ഇതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും കേന്ദ്രം സംസ്ഥാന സർക്കാരുകൾ എടുക്കുന്ന തീരുമാനങ്ങൾ വരെയും തൊഴിലാളി സംഘടനകളുടെ, ഭരിക്കുന്ന പാർട്ടിയുടെ തൊഴിലാളി സംഘടനകളുടെ തന്നെ ശക്തമായ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റിവെച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാം. അതേസമയം എനിക്ക് തോന്നുന്നത് 91 ശേഷം, ഘാട്ട് കരാർ നിലവിൽ വന്നതിന് ശേഷം പിന്നീട് സംഭവിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, പിന്നീട് തൊഴിലാളി ഭരിക്കുന്ന പാർട്ടികളുടെ തൊഴിലാളി സംഘടനകൾ നേർക്ക് നേരെ ഭരിക്കുന്ന ഭരണ സംവിധാനത്തോട് പ്രതികരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു. പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം BMS ആവുക കൂടി ചെയ്യുകയും ആദ്യ വാജ്പേയി സർക്കാർ വരികയും കൂടി ചെയ്ത സന്ദർഭത്തോടു കൂടി യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ സംസ്കാരത്തിൽ ഇങ്ങനെയുള്ള വലിയൊരു മാറ്റം, ട്രേഡ് യൂണിയൻ സംസ്കാരം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഭരിക്കുന്നത് ആരാണ് എന്ന് നോക്കാതെ ട്രേഡ് യൂണിയനുകൾ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അത്രയും ശക്തമായി നമുക്ക് ഈ ഒരു ഷണ്ഡീകരണം തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ മുകളിൽ നടത്തിയതിൻ്റെ ധൈര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പുതിയ ലേബർ കോഡുകൾ വളരെ നമുക്ക് തൊഴിലാളി വിരുദ്ധം എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് അനുകൂലമായ ഈ ഒരു ലേബർ കോഡ് ലോകസഭയിലും അതേപോലെ രാജ്യസഭയിലും പാസ്സാക്കുന്നത് വലിയ അറ്റൻഡൻസ് പോലും ഇല്ലാത്ത, പ്രതിപക്ഷം ഇല്ലാത്ത സമയത്ത് ഇത് പാസ്സാക്കിയെടുത്തിട്ട് പോലും അതൊരു ചർച്ചയാവുകയോ അതല്ലെങ്കിൽ അതൊരു വിഷയമാവുകയോ അത് തെരുവിലെത്തുകയോ ചെയ്യാതെ പോയത് ഈ പറഞ്ഞതുപോലെ വളരെ ആസൂത്രിതമായി ഘാട്ട് കരാറിന് ശേഷം തൊഴിലാളി പ്രസ്ഥാനങ്ങളെ ഷണ്ഡീകരിക്കുക എന്ന് പറയപ്പെടുന്ന ഒരു പ്രോസസ്സിലൂടെ സംഭവിച്ച ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ, ഇപ്പോൾ നേരത്തെ ഷാനുഭായി പറഞ്ഞതുപോലെ RSSൻ്റെ സമ്മർദ്ദവും ഇതിലുണ്ടാകാം, പക്ഷേ അതിലുപരിയായി തൊഴിലാളി സംഘടനകളുടെ സംസ്കാരം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കോർപ്പറേറ്റുകൾ അത്തരം ചില ഇടപെടലുകൾ നടത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി പ്രസ്ഥാനങ്ങൾ അവരുടെ ഉത്തരവാദിത്വത്തിലേക്ക് ഉണർന്നെണീക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുകൊണ്ടത്. പ്രത്യേകിച്ചും ഈ ലേബർ കോഡ് അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അതിൻ്റെ ആർട്ടിക്കിളടക്കം റെഡിയായിക്കൊണ്ട് പിന്നെ പ്രാബല്യത്തിൽ വന്നൊരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ എല്ലാ BMS അടക്കമുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങൾ അവരുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് ഇനി വരാൻ പോകുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയില്ല എന്നൊരു ചരിത്രപരമായ ഒരു വിഡ്ഢിത്തരമായി അടുത്തൊരു ജനറേഷൻ അവർ കാണുമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ വിലയിരുത്തേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ലേബർ കോഡുകളെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാലോ, ലേബർ കോഡുകൾ ഇപ്പോൾ ഉദാഹരണം തസ്നി ചൂണ്ടിക്കാണിച്ച ലേബർ കോഡുകളുമായി ബന്ധപ്പെട്ട അതിലെ പ്രധാനപ്പെട്ട ചില വ്യവസ്ഥകൾ നമുക്കറിയാലോ. ഇപ്പോൾ തൊഴിലാളികളുടെ ജോലി സമയത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, പണിമുടക്കാനുള്ള, സമരം ചെയ്യാനുള്ള അവകാശങ്ങൾ, ഇതെല്ലാം റദ്ദ് ചെയ്യപ്പെടുന്ന ഒരു അതിഭീകരമായ ഒരു സമയത്ത് ശക്തമായ പ്രക്ഷോഭങ്ങളുമായി തെരുവിൽ വരേണ്ട പാരമ്പര്യമുള്ള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളൊക്കെ നിശബ്ദമായിരുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികളിലേക്കാണ് പോകുന്നത്. കാരണം തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായ ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. കാരണം മനുഷ്യ അധ്വാനം കൊണ്ട് ചെയ്യുന്ന പല തൊഴിൽ കാര്യങ്ങളും ഇപ്പോൾ ഇന്ന് സാങ്കേതിക വിദ്യയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വലിയ തൊഴിൽ നഷ്ടം തൊഴിൽ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അടക്കം അതിൽ വരുന്ന പ്രശ്നങ്ങളിലടക്കം തൊഴിലാളികളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഗൗരവമായ അവരുടെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഗൗരവമായ ഒരു ഇടപെടൽ വരേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിൽ എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത് നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെയുള്ള ഈ തൊഴിലാളി വിരുദ്ധ മനോഭാവം സൃഷ്ടിക്കാൻ കോർപ്പറേറ്റുകളെ പിന്തുണയ്ക്കുന്ന സർക്കാരുകൾക്കും കഴിയുന്നുണ്ട് എന്നതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ആ രീതിയിൽ തൊഴിലാളി വിരുദ്ധമായ ഒരു സാമൂഹിക മനോഭാവം രൂപപ്പെടുത്തിയെടുക്കുകയും അതിൽ തൊഴിലാളികൾ മൊത്തത്തിൽ പ്രശ്നക്കാരാണെന്നും അതുമൂലം നാട്ടിൽ വ്യവസായങ്ങൾ വരുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെയാണെങ്കിലും
ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ ട്രേഡ് യൂണിയനുകളാണ് കേരളത്തിൽ വ്യവസായം കൊണ്ടുവരാതിരുന്നത് എന്നുള്ള വർത്തമാനങ്ങൾ ധാരാളം ഉണ്ടാകുമായിരുന്നു. ഇത് തന്നെ തൊഴിലാളികളെ മോശക്കാരായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ മുതലാളിത്ത താല്പര്യങ്ങൾ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ കോർപ്പറേറ്റ് താല്പര്യങ്ങളാണ് അതിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മോട്ടോർ തൊഴിലാളികളുടെ വിഷയത്തിലേക്ക് നമുക്കതിൽ കിടക്കേണ്ടതുണ്ട്. കാര്യം പറഞ്ഞാൽ മോട്ടോർ തൊഴിലാളികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ സത്യത്തിൽ നമ്മളൊരു കഴിഞ്ഞ 10 വർഷത്തെ കാലഘട്ടം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ചെലവുകൾ എന്ന് പറയുന്നത് ശരിക്കും ഏതാണ്ട് 300% വർദ്ധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണേണ്ടി വരും. അതേസമയം മറ്റു തൊഴിൽ മേഖലകളിലൊക്കെ എല്ലാ വർഷവും ശമ്പള വർധനവ് അല്ലെങ്കിൽ അവരുടെ ആനുകൂല്യ വർധനവ് ഇത്തരം വിഷയങ്ങളൊക്കെ വർഷാവർഷം 10% ഇതൊക്കെ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ഡിബേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഉടമസ്ഥരുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം മറ്റ് ഏത് തൊഴിൽ മേഖലയിലും ശമ്പള വർധനവ് വർഷാവർഷം നടപ്പാക്കുന്ന ഒരു പൊതു രീതിയുണ്ട്. പക്ഷെ മോട്ടോർ തൊഴിലാളികളെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അവരൊരു ഒരു സേവനം കൂടിയായിട്ടാണ് ഈ സംവിധാനം, പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. ഭരണകൂടത്തിന്റെ ഭീഷണികൾ, പോലീസ് അടക്കം തൊഴിലാളികളെ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന രീതിയും കൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധി ആകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊഴിലാളികൾക്ക് അവരുടെ ടാക്സി ചാർജ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ചാർജ് വർദ്ധിപ്പിക്കേണ്ടി വരുന്നൊരു സാഹചര്യം വരുമ്പോൾ സർക്കാരുകളോ അതുപോലെ മറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ അവരെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സംവിധാനങ്ങളൊക്കെ അവർ നടപ്പാക്കുമ്പോൾ പോലും അതിൽ നിന്നും ഒളിച്ചോടുന്ന സമീപനമാണ് പൊതുവെ സർക്കാരുകളും ഏജൻസികളും ഒക്കെ നടത്തുന്ന ഒരു രീതി. അപ്പോൾ അതിൽ വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുസമൂഹത്തിന് മുമ്പിൽ ഓട്ടോറിക്ഷക്കാർ വളരെ മോശക്കാരായി ചിത്രീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ടാക്സിക്കാർ വളരെ മോശക്കാരായി ചിത്രീകരിക്കപ്പെടുന്നു. അവർ തന്നെ സ്വയം പിന്നീട് ഈ ഉൽപ്പാദന ചെലവിൻ്റെ ഈ വർധനവ് ആളുകൾക്ക് ബോധ്യമുണ്ട്, പക്ഷേ എങ്കിൽ പോലും ഇവർ അമിതമായി കൂലി വാങ്ങുന്നൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് പൊതുവെ നമ്മൾ നോക്കുമ്പോൾ എവിടെ നോക്കിയാലും. അപ്പോൾ അതിൽ വരുന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെറിയൊരു ഉദാഹരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഓട്ടോറിക്ഷക്കാർ തന്നെ നടത്തുന്ന വലിയ സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങൾ പലതും വിസ്മരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ RCCയിലേക്ക് പോകുന്ന ഓട്ടോറിക്ഷക്കാരെ നമുക്ക് കാണാൻ കഴിയും, സൗജന്യമായി കാണാൻ കഴിയും. ഇപ്പോൾ ഞാൻ കോട്ടയത്തുള്ള ആളാണ്. ഇപ്പോൾ കോട്ടയത്ത് ശരിക്കും പറഞ്ഞാൽ ദർശന ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞൊരു ഓട്ടോ സ്റ്റാൻഡുണ്ട്. ഈ ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുന്ന ഓട്ടോറിക്ഷക്കാരാണ്. അവർ അതാത് ദിവസം ഓടുന്ന പൈസയിൽ നിന്ന് മിച്ചം വെച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം പല കാര്യങ്ങളും ഓട്ടോറിക്ഷ തൊഴിലാളികൾ അല്ലെങ്കിൽ ടാക്സി തൊഴിലാളികൾ ചെയ്യുന്ന ഇത്തരം പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും അതേസമയം അതിൽ വരുന്ന ഒരു ന്യൂനപക്ഷം, വളരെ ചെറിയ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഏതെങ്കിലും രീതിയിൽ കാണിക്കുന്ന പ്രശ്നങ്ങളെ ഉയർത്തി കാണിക്കുകയും അവർ മൊത്തത്തിൽ കുഴപ്പക്കാരാണ് എന്ന രീതിയിൽ വരികയും ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇതൊരു തൊഴിലാളികളെ അല്ലെങ്കിൽ മൊത്തത്തിൽ ആളുകൾ മോശക്കാരായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമേ ഇത് പറഞ്ഞെന്നുള്ളതാണ്. പക്ഷേ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ തൊഴിൽ മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. കാരണം കേന്ദ്ര സർക്കാർ യാതൊരുവിധ ഇതുമില്ലാതെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുകയാണ്. ഇപ്പോൾ പഴയ മീറ്റർ ചാർജും വെച്ച് അതിൻ്റെ ഒരു സംവിധാനം വെച്ചാണ് പോകുന്നത്. ഈ അടുത്തൊരു 2 ആഴ്ചക്കാലം നടന്ന അതിൻ്റെ വില വർധന മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ മോട്ടോർ തൊഴിലാളി മേഖലയിലുള്ള തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ സത്വരമായ ഇടപെടൽ, അവർക്ക് ആശ്വാസമായ ചില പ്രഖ്യാപനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരേണ്ട ഒരു സാഹചര്യം കൂടിയാണുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ ഈ മേഖലയെ അങ്ങനെ ചിത്രീകരിക്കുക എന്നുള്ളത് ഈ ടാക്സി മേഖലയിലേക്ക് കുത്തകൾക്ക് കടന്നു വരാൻ വേണ്ടിയുള്ള ഒരു ആസൂത്രിതമായ നീക്കം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പോലത്തെ കമ്പനികളൊക്കെ അവരുടെ ആളുകൾക്ക്. അപ്പോൾ ഇതിലൂടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേഖലയിലെ തൊഴിലാളികൾ വളരെ വലിയ അർത്ഥത്തിലുള്ള ചൂഷണം, ഇപ്പം അവർ ആയിട്ടും ഊബറായിട്ടൊക്കെ പിന്നെ കരാർ വെക്കുന്നു. പക്ഷെ ആ കരാറിൽ ഇവർക്ക് കിട്ടുന്ന വരുമാനം വളരെ തുച്ഛമായതും അതേസമയം കമ്പനിക്ക് വലിയ ലാഭം ഉണ്ടാവുന്നതുമായിട്ടുള്ള അർത്ഥത്തിലുള്ള ഒരു സംവിധാനമാണ്. ഇതിനൊന്നും കൈകാര്യം ചെയ്യാനുള്ള നിയമപരമായ പരിരക്ഷയോ നിയമപരമായ സംവിധാനങ്ങളോ ഇന്ന് ഇന്ത്യയിൽ നിലവിലില്ല. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു വലിയ സംരംഭം വരുമ്പോൾ അത്തരം സംരംഭങ്ങളിൽ ഈ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ രൂപപ്പെടാതിരിക്കുകയും അതേസമയം ഇതൊക്കെ നിയമത്തിന് അതീതമായ ഒരു സംവിധാനമായി അവർക്ക് ഇഷ്ടമുള്ള പോലെ ഓരോ ടൗണുകളിലും അവർ വരികയും വളരെ കുറഞ്ഞ പൈസക്ക് അവർ ആളുകൾക്ക് ഓഫർ ചെയ്യുകയും ചെയ്യുമ്പോൾ നിലവിലുള്ള തൊഴിലാളികളുടെ ജോലി നഷ്ടം മാത്രമല്ല, അവരെ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ വളരെ തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. മധുരം പുരട്ടി
പ്രഖ്യാപനങ്ങൾ നടത്തി തൊഴിലാളികളെ അവർ തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാക്കി പ്രതിസന്ധികൾ രൂക്ഷമാക്കുന്ന ഒരു സമീപനമാണ് ആ കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അല്ല, ഇതിലാണ് ഇപ്പൊ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഗിഗ് വർക്കേഴ്സിനെ കുറിച്ചുകൂടി അതിലേക്ക് കൊണ്ടുവരേണ്ട ഒരു പോയിന്റ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, ഇപ്പം വ്യാപകമായി കഴിഞ്ഞിരിക്കുകയാണ്, പ്രത്യേകിച്ച് നഗരങ്ങളിലും റൂറൽ ഏരിയകളിലുമൊക്കെ ഇപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം ഭക്ഷണ വിതരണമാണെങ്കിലും ഗ്രോസറി വിതരണമാണെങ്കിലും കൊറിയർ സർവീസ് ആണെങ്കിലും ആ രീതിയിലേക്കൊക്കെ വലിയ രീതിയിൽ ആളുകൾ ആ മേഖലയിൽ ജോലി എടുക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ആർക്കും ഒരു തൊഴിൽ സുരക്ഷിതത്വം ഇല്ല എന്നതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇത് ഇവർക്ക് തന്നെ അറിയാം. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് തന്നെ അറിയാം, ഞങ്ങൾക്ക് യാതൊരു തൊഴിൽ സുരക്ഷിതത്വം ഇല്ല. കമ്പനികൾ ഓഫർ ചെയ്യുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് ഇൻഷുറൻസ് തരാം എന്ന് പറഞ്ഞാൽ അയാൾ റൈഡ് തുടങ്ങുമ്പോൾ, അതായത് ഈ കമ്പനികളുടെ ഭാഷയിൽ പറഞ്ഞാൽ അയാൾ റൈഡ് തുടങ്ങുന്ന സമയം എപ്പോഴാണോ അപ്പോൾ മുതൽ റൈഡ് അവസാനിക്കുന്നത് വരെയുള്ള സമയത്തേക്ക് മാത്രമായിട്ട് ഇൻഷുറൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിലൂടെയാണ് അത് കടന്നു പോകുന്നത്. അതേസമയം ശമ്പളം എന്ന് പറയുന്നതൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ വലിയ രീതിയിലുള്ള ശമ്പളം ഒന്നും ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്നില്ല. വളരെ തുച്ഛമായ ശമ്പളം മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ഈ പെട്രോൾ ഡീസൽ വില വർധനവെന്ന് വന്നതോടുകൂടി ശരിക്കും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ശരിക്കും ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ മേഖലയിൽ നടക്കുന്ന ചൂഷണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ മേഖലയിലെ തൊഴിലാളികൾ ഏതെങ്കിലും രീതിയിലൊരു പ്രക്ഷോഭത്തിന് മുന്നോട്ട് വന്നാൽ സ്വാഭാവികമായും ആ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള സർജ്, അവരുടെ ഈ ഗിഗ് വർക്കർ മേഖലയിൽ ഉണ്ടാകുന്ന ഇൻസെൻറ്റീവിന് സർജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സർജ് കൂട്ടുകയും, അപ്പോൾ ഒരു ഓർഡറിന് 30 രൂപ 40 രൂപ 50 രൂപ എക്സ്ട്രാ കൊടുത്തുകൊണ്ട് ഇത്തരം ശബ്ദങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് നയമാണ് സത്യത്തിൽ ഈ മേഖലയിൽ മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ പുതിയ സർക്കാരിനാണെങ്കിലും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ജില്ലാ കേന്ദ്രങ്ങളിലോ സംസ്ഥാന തലത്തിലോ ഒരു കോൾ സെൻറ്റർ സ്വഭാവത്തിലെങ്കിലും ഒരു സംവിധാനം രൂപപ്പെട്ട് വരുന്നത് നല്ലതായിരിക്കും. കാര്യം വെച്ചാൽ ഒരു വലിയ വിഭാഗം ആളുകൾ ഇപ്പോൾ ഇന്ന് ലിംഗഭേദമില്ലാതെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീയും പുരുഷനും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് അടക്കം എല്ലാ മേഖലയിലുള്ള ആളുകളും ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. വ്യത്യസ്ത തരം ജോലികളാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ യാതൊരു തൊഴിലവകാശങ്ങളില്ല, ആനുകൂല്യങ്ങളില്ല. അവർ പറയുന്നത് കേൾക്കാനോ അവർക്ക് വേണ്ടി ശബ്ദിക്കാനോ ആരുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ട്രേഡ് യൂണിയനുകളുടെ മുമ്പിലുണ്ടാകുന്ന പ്രതിസന്ധിയും അത് തന്നെയാണ്. ഇപ്പം അവരെ സംഘടിപ്പിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴും ഒക്കെ ഈ സമരം വളരെ പെട്ടെന്ന് ഇല്ലാതാക്കാൻ കോർപ്പറേറ്റ് സെക്ടറുകൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ സർജ് അടക്കം ഉയർത്തി കാണിച്ചത്. അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ട്. യഥാർത്ഥത്തിൽ സമരം ചെയ്യാൻ കഴിയാത്തൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് അത് മാത്രമല്ലോ, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ കൺട്രോൾ ചെയ്യാവുന്ന നിയമങ്ങൾ ഇന്ന് രാജ്യത്ത് നിലവിലില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനത്ത് തന്നെ സംസ്ഥാനം രൂപീകരിച്ചിട്ടുള്ള ഒരുപാട് തൊഴിൽ നിയമങ്ങളുള്ളതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങൾ, ഇപ്പോൾ കേരളം പോലുള്ളൊരു അവബോധമുള്ള ഒരു സംവിധാനത്തിൽ സത്യത്തിൽ ഇത്തരം പ്ലാറ്റ്ഫോമുകളുടെ രജിസ്ട്രേഷനും അതിൻ്റെ ഓപ്പറേഷനിലൊക്കെ തൊഴിലാളി പക്ഷമായ കുറച്ച് നിലപാടുകളൊക്കെ സർക്കാർ എടുത്തുകൊണ്ട് അത്തരം നിയമനിർമ്മാണങ്ങൾ നടത്തണം എന്നുള്ളതാണ് ശരിക്കും വേണ്ടത്. അപ്പോഴാണ് ഇവർക്ക് തൊഴിൽ സുരക്ഷ മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ആ തൊഴിലാളിനെ ഒരു തൊഴിലായി അംഗീകരിക്കുമ്പോഴല്ലോ. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ലേബർ കോഡിൽ ഈ തൊഴിൽ അംഗീകരിക്കപ്പെടുമ്പോൾ പോലും കമ്പനികൾക്ക് രജിസ്ട്രേഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ തൊഴിൽ നിയമങ്ങൾ അപ്ലിക്കബിൾ അല്ല. അവിടെയാണ് പ്രശ്നം. അവിടെയുള്ള ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ലേബർ കോഡ് അടക്കം അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ മേഖല അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരാണ് യഥാർത്ഥത്തിൽ അതോറിറ്റി എങ്കിലും സംസ്ഥാന സർക്കാരിന് ആ നിയമങ്ങളിൽ നിയമനിർമ്മാണം നടത്താം. അതായത് അടിസ്ഥാന നിയമങ്ങൾ ലംഘിക്കപ്പെടാതെ തന്നെ സ്വാഭാവികമായും ഈ മാനുഷിക നിലവാരവും അല്ലെങ്കിൽ ഭരണഘടന ഉറപ്പുവരുത്തുന്ന മൂല്യങ്ങളും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് ചട്ടങ്ങൾ രൂപീകരിക്കാം. അതിൽ തടസ്സമില്ല. പക്ഷെ അത്തരം കാര്യങ്ങളിലേക്ക് സംസ്ഥാന സർക്കാരുകളും വരുന്നില്ല എന്നത് സത്യത്തിൽ ഈ ദുരിതം ഇരട്ടിയാക്കുന്നു എന്നുള്ളതാണ്. അല്ല, അത് ഈ സാധനം ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു 10 വർഷമല്ലല്ലോ, പുതിയൊരു കാലഘട്ടത്തിലേക്ക് ഒരു പുതിയോഗത്തിലേക്ക് പോകുന്ന സമയത്ത് വേണമെങ്കിൽ ഈ സർക്കാരിന് എന്ത് ചെയ്യാം, അതെ അത്തരം നിലപാടുകൾ എടുത്തുകൊണ്ട് നിയമനിർമ്മാണം നടത്താം. ശരിക്കും നമ്മുടെ ഈ ചർച്ച പുതിയ സർക്കാരിലേക്ക് എത്തിക്കുകയും അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കി അതനുസരിച്ചിട്ടുള്ള ഒരു ചട്ടങ്ങൾ ഭേദഗതി വരുത്തുകയും സംവിധാനം കൊണ്ടുവരികയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ രീതിയിലേക്ക് അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവാക്കളുടെ എണ്ണം വർദ്ധിക്കുകയും അതനുസരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള തൊഴിലിടങ്ങൾ
നമ്മുടെ രാജ്യത്ത് രൂപപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതുപോലുള്ള ഗിഗ് വർക്കേഴ്സ് ആണെങ്കിലും തൊഴിലാളികൾ തൊഴിലെടുക്കാൻ വേണ്ടി യുവാക്കളൊക്കെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകളൊക്കെ പരക്കം പായുന്ന ഒരു അവസ്ഥയുണ്ട്. സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്നവരും തൊഴിൽ തേടുന്നവരും സ്വകാര്യ മേഖലയിലെ പ്രതിസന്ധി കൊണ്ട് തന്നെ അവിടെ തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ AI പദ്ധതികളടക്കം വരുന്നത് കൊണ്ട് രാജ്യത്ത് വലിയ തൊഴിൽ നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിവിധ ഏജൻസികൾ നടത്തിയിട്ടുള്ള പഠനങ്ങൾ തന്നെ അതിൻ്റെ മുമ്പിലുണ്ട്. കാരണം ലക്ഷക്കണക്കിന് ചെറുകിട സംരംഭങ്ങളൊക്കെ ഇപ്പോൾ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കണം. ഉയർന്ന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ പേരിൽ പലപ്പോഴും അവിടെയൊക്കെ ഒരു പരിഷ്കരണ നടപടികളിലേക്ക് തൊഴിലാളികൾക്ക് ചിലപ്പോൾ എത്തിച്ചേരാൻ കഴിയില്ല. അവിടെയൊക്കെ വലിയ തൊഴിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകത്ത് തന്നെ ഇത്തരം മേഖലകളിലുള്ള ഇത്തരം സാങ്കേതിക വിദ്യ രൂപപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ വലിയ ദശലക്ഷക്കണക്കിന് തൊഴിൽ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്ത് തന്നെ യുവാക്കൾ ഇപ്പോൾ നാഷണൽ ക്രൈം ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഒരു 2018-22 വരെയുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് 25,000-ലധികം യുവാക്കളാണ് നമ്മുടെ രാജ്യത്ത് ആത്മഹത്യ ചെയ്തത്. ഇതൊക്കെ വളരെ ഗൗരവമായി ഓരോ ഗവൺമെൻറ്റുകളും ഇത്തരം അഭ്യസ്തവിദ്യരായിട്ടുള്ള അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലെ തൊഴിലെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ കൃത്യമായ ആലോചനയും പദ്ധതികളും രൂപപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യം വലിയ ഒരു പ്രതിസന്ധിയിലേക്ക്. കാരണം ഒരു രാജ്യത്തിൻ്റെ അഭിവൃദ്ധി എന്ന് പറയുന്നത് അതിലെ പണിയെടുക്കുന്ന അതിലെ ആ രാജ്യത്തെ തൊഴിലാളികൾ അവർ എങ്ങനെ ജീവിക്കുന്നു, അവർ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നും കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ട് വളരെ ഗൗരവമായ ഒരു സമീപനം സർക്കാരുകൾ എടുക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇനി അടങ്ങിയിരിക്കാനായിട്ട് കഴിയാത്ത ഒരു സാമൂഹ്യ സാഹചര്യമാണ്. പ്രക്ഷോഭങ്ങളിലേക്ക് വരണം. കാരണം രാഷ്ട്രീയ ചട്ടക്കൂടുകൾക്കപ്പുറത്ത് തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്ന രീതിയിലുള്ള ശക്തമായ ഒരു തൊഴിലാളി മുന്നേറ്റം, നമ്മുടെ പൂർവികരൊക്കെ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണോ പോരടിച്ചത് അതുപോലുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്ക് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിക്കും. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ലേബർ കോഡുകളടക്കം തിരുത്തുന്ന വരെയുള്ള വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് രാജ്യത്തെ തൊഴിലാളികൾ മാറേണ്ടതുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സമീപനവും തൊഴിലാളി പക്ഷത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ അവിടെ രാഷ്ട്രീയം നോക്കാതെ ഏത് ഗവൺമെൻറ്റാണ് എന്ന് നോക്കാതെ ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ കടന്നു വരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അത്തരം പ്രക്ഷോഭങ്ങളോട് സഹകരിച്ചാൽ മാത്രമേ ഒരു ആധുനിക സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയൂ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ളൊരു സമീപനം എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിൽ വേറൊരു കാര്യം, ഇത് പറഞ്ഞു വന്നപ്പോഴാണ് ഞാനിങ്ങനെ വേറൊരു കാര്യത്തിലേക്ക് വന്നത്. അതായത് ഈ സാങ്കേതിക വിദ്യ ഈ ജനസംഖ്യ ഉയർന്ന രാജ്യങ്ങളിൽ സത്യത്തിൽ കൂടുതൽ ദുഷ്കരമാകുകയാണ് ചെയ്യുന്നത്. അപ്പൊ ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ ശരിക്കും അത് ആവശ്യമാണ്, സാങ്കേതിക വിദ്യ ആവശ്യമാണ്. കാര്യം അതുകൊണ്ട് കാര്യങ്ങൾ നടപ്പാക്കാം. കാര്യം അവിടെ ആവശ്യത്തിനുള്ള ആളുകളുണ്ടാകും. വിഭവശേഷി കുറഞ്ഞ സ്ഥലങ്ങളിൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ നമ്മുടെ രാജ്യത്തൊക്കെ വരുന്നൊരു പ്രശ്നം, ജനസംഖ്യാ വർധന ഉള്ളത് കൊണ്ട് സാങ്കേതിക വിദ്യ ആപ്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് വലിയ രീതിയിലുള്ള ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു വിപരീത ഫലവും കൂടി ഉണ്ടാവുന്നുണ്ട് ഇതിന്. സാങ്കേതിക വിദ്യ ആവശ്യം തന്നെയാണ്, പക്ഷെ അതിനനുസരിച്ച് തൊഴിലാളികൾക്ക് അവർക്ക് ആവശ്യമായ തൊഴിൽ കൂടി കൊടുക്കാൻ ആവശ്യമായ പദ്ധതികളും പുതിയ മേഖലകളിലേക്കുള്ള ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയും ഒക്കെ അവിടെ ആവശ്യമായിട്ട് വരികയാണ്. സർക്കാർ നയം ക്ലിയറായാൽ മതി. അതായത് ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളം പോലെ നമ്മൾ വ്യതിരിക്തമാണെന്ന് പറയുന്ന വിദ്യാസമ്പന്നരാണെന്ന് പറയുന്ന കേരളത്തിൽ പോലും യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് പരിഷ്കരിക്കപ്പെടണില്ല. നമ്മളെ ഇപ്പം നമ്മളെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മളെ നിലവിലെ ഇപ്പോൾ സർവേ കോഴ്സ് ഒരു ഉദാഹരണമാണ്. അവിടെ ഇപ്പോഴും ചെയിൻ സർവേ ആണ് പഠിപ്പിക്കുന്നത്. ചെയിൻ സർവേ കാലഹരണപ്പെട്ടിട്ട് 20-25 കൊല്ലം മുമ്പ് കാലഹരണപ്പെട്ട് ചെയിൻ സർവേ അറിയ പോലുമില്ല. പക്ഷെ ഇപ്പോഴും ഒരു സർവേയർ ലൈസൻസ് കിട്ടണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം? ചെയിൻ സർവേ പരീക്ഷ എഴുതി അയാളത് പഠിച്ച അതിൽ സർട്ടിഫിക്കറ്റ് എടുത്താൽ അയാൾക്ക് എവിടെ എത്തി? ലോകം GPS-ൻ്റെ കാലത്തെത്തി. എനിക്കിപ്പോൾ ഈ റൂമിൻ്റെ അളവ് എടുക്കണമെങ്കിൽ ആ പോയിന്റിൽ ഒരു മെഷീൻ പിടിച്ച് ആ പോയിന്റിൽ ഒരു മെഷീൻ പിടിച്ചാൽ ഈ റൂമിൻ്റെ അളവ് കിട്ടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ വിദ്യാഭ്യാസത്തിനോടുള്ള സമീപനവും യുവാക്കളോടുള്ള സമീപനവും മാറ്റിക്കൊണ്ട് ഇവിടെ എന്ത് പഠിപ്പിക്കപ്പെടണം എന്നൊരു സംവിധാനത്തിലേക്ക് വന്ന് ഓരോ ആളുകളുടെയും കാലിബർ അനുസരിച്ച് അതിനനുസരിച്ചുള്ള സംവിധാനം ചെയ്ത. ഇപ്പോൾ നമുക്കതിന് ഏറ്റവും നല്ല ഉദാഹരണം ചൈന.
ചൈന അവിടെ ജനസംഖ്യയിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷെ അവിടെ അവർ ഓരോ മേഖലയിലും എത്ര പ്രൊഫഷണൽസ് വരണം, എവിടെ ആരൊക്കെ ആയി വരണം എന്നതിനെക്കുറിച്ച് കൃത്യമായ കൺസെപ്റ്റ് സർക്കാരിനുള്ളത് കൊണ്ട് തന്നെ അവിടെ ഗ്രാമീണ മേഖലയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് നമ്മുടെ നാട്ടിൽ വരുന്ന ഹൈ എൻഡ് പ്രൊഡക്ട്സ്. അവരുടെ ഗ്രാമീണ മേഖലയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മളെ രാജ്യത്തെ ഹൈ എൻഡ് പ്രൊഡക്ട്സ് ആയിട്ട് നമ്മുടെ മാർക്കറ്റിലെത്തുന്ന സാധനങ്ങൾ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സർക്കാരിനൊരു വിഭാവന ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ യുവാക്കളെയും പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയെയും സമയാസമയങ്ങൾ പരിഷ്കരിച്ചതുകൊണ്ടുണ്ടായതാണ്. അപ്പോൾ അതിൽ നമുക്ക് നല്ലൊരു പ്രതീക്ഷാ നിർഭരമായൊരു ഇതിൻ്റെ എലക്ഷൻ സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച പല കൺസെപ്റ്റുകളുണ്ട്. അത്തരം കൺസെപ്റ്റുകൾ അദ്ദേഹത്തിന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ പറഞ്ഞതിൽ ഒരു 5 വർഷം കൊണ്ടൊന്നും അല്ലെങ്കിലും ഒരു 10 വർഷം കൊണ്ട് കേരളത്തിൽ കാതലായ മാറ്റം കൊണ്ടുവരാനും ഈ ടെക്നോളജിയെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ആളുകൾക്ക് തൊഴിൽ നൽകാനും കഴിയും. പക്ഷെ അതിന് കൺസെപ്റ്റ് ഉണ്ടാവുകയും ആ കൺസെപ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ആർജവും സർക്കാർ കാണിക്കുകയും ചെയ്യണമെന്നില്ലാണ്. ഈ സർക്കാരിൻ്റെ ഇപ്പം അത് പറഞ്ഞു വന്നപ്പോഴാണ് സർക്കാർ ഈ തൊഴിലാളികൾക്ക് നൽകുന്ന വിവിധങ്ങളായിട്ടുള്ള ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടും കൂടി സംസാരിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നിർമ്മാണ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി 1% ബിൽഡിംഗ് പണിയുമ്പോൾ 1% സെസ് ഏർപ്പെടുത്തുന്നു. പക്ഷേ ഇതൊന്നും കാര്യമായി പിരിച്ചെടുക്കാനോ അത് അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനോ അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട അവരുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ ഒന്നും ഇപ്പോൾ ഗവൺമെൻറ്റുകൾ അതിൽ കാര്യമായ ശ്രദ്ധ കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പുതിയ ഗവൺമെൻറ്റിനോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്തരം കാര്യങ്ങളിൽ ഗൗരവമായൊരു ശ്രദ്ധയും തൊഴിലാളികൾക്ക് കുറേയും കൂടി ആ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ ആവശ്യമായിട്ടുള്ള സുരക്ഷിതത്വവും നൽകുന്ന പദ്ധതികളും ആവിഷ്കരിക്കപ്പെടണമെന്നാണ് പുതിയ ഗവൺമെൻറ്റിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിനിടയ്ക്ക് കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ സമരസമിതി ഉണ്ടല്ലോ, നമ്മുടെ ഈ നിർമ്മാണ തൊഴിലാളികളുടെ സമരസമിതിയുമായി ബന്ധപ്പെട്ട് കിടന്ന്. അപ്പോൾ അവിടെ നിന്ന് കേട്ടൊരു വിഷയം എന്ന് പറയുന്നത് ഈ സെസ് പിടിച്ച പൈസ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ കെട്ടിട പണിയുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന കടം തീർക്കുകയായിരുന്നു അവസാനം ചെയ്തതെന്നാണ്. അല്ല, യഥാർത്ഥത്തിൽ ഒരു ദിവസം തന്നെ കോടിക്കണക്കിന് രൂപ സെസ് ആയിട്ട് പിരിക്കപ്പെടുന്നുണ്ട്. സെസ് പിരിക്കപ്പെടാതെ പോകുന്നില്ല. അതായത് 2025 മാർച്ചിന് ശേഷം ഒരു കെട്ടിടത്തിന് നമ്പർ കിട്ടണമെങ്കിൽ സെസ് അടച്ച റെസിപ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്താലേ ബിൽഡിങ്ങിന് നമ്പർ കിട്ടുള്ളൂ. അപ്പോൾ 2025 മാർച്ചിന് ശേഷം സർക്കാർ സെസ് കിട്ടണില്ല എന്ന് പറയാൻ പാടില്ല. അല്ല, ഇത് വളരെ ഗൗരവമാണ്. അപ്പോൾ ഓരോ ദിവസവും കോടിക്കണക്കിന് രൂപ എന്ന് പറഞ്ഞാൽ സെസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഖ്യ ഒന്നുമല്ല. അതായത് നിർമ്മാണ ചെലവിൻ്റെ 1%. ഈ നിർമ്മാണ ചെലവ് ആരാ തീരുമാനിക്കുന്നത്? CPWD റേറ്റ് ആണ്. നമ്മൾ കണക്കൂട്ടുന്ന ഒരു സംഖ്യയല്ല എന്ന് പറഞ്ഞാൽ അത് സിസ്റ്റത്തിൽ കാസ്മാർട്ട് സിസ്റ്റത്തിൽ അവർ തീരുമാനിച്ചിട്ടുള്ള റേറ്റാണ്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിന് ഏകദേശം 1600 രൂപയോളം ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റിലൊരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ ഏകദേശം 16,000 രൂപ സെസ്സായിട്ട് ഓട്ടോമാറ്റിക്കായി നിങ്ങൾ കേരളത്തിലെ ഒരു ദിവസം കംപ്ലീഷൻ കൊടുക്കുന്ന ഒരു പ്ലാനുകളുടെ ഒരു വോളിയം വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷേ ഈ പൈസ കഴിഞ്ഞ ഒരു 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ അവസാനത്തെ 5 വർഷത്തിൽ പിണറായി സർക്കാർ ചെയ്യുന്നത് വെച്ചാൽ ഈ പൈസയെ ഡൈവേർട്ട് ചെയ്യുകയും അത് തൊഴിലാളികൾക്ക് കിട്ടാതിരിക്കുകയും സർക്കാർ അതെടുത്ത് ദൂർത്തടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതാണ് സംഭവിച്ചത്. ഇതിലൊക്കെ കൃത്യമായ ഒരു അന്വേഷണം ആവശ്യമാണെന്നാണ്. കാരണം ഈ ക്ഷേമനിധി ബോർഡുകളുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായി കഴിഞ്ഞ ഒരു 10 വർഷക്കാലം നടന്നിട്ടുള്ള ഇത്തരം ഇടപാടുകളെക്കുറിച്ച് ക്ഷേമനിധി ബോർഡുകളിലെ സാമ്പത്തിക വിനിയോഗത്തെക്കുറിച്ചിട്ടുള്ള കൃത്യമായ ഒരു അന്വേഷണം. ഇത് വെറുതെ അല്ലല്ലോ, തൊഴിലാളികൾ അവർ ജോലി ചെയ്യുന്ന തുകയുടെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ശമ്പളത്തിന്റെ ഒരു ഭാഗം ക്ഷേമനിധി ബോർഡിൽ അടച്ചിട്ടാണ് അവർ യാചകരെ പോലെ നിൽക്കുന്നത്. ഇത് കൂടാതെ സർക്കാർ ഈ ബിൽഡിംഗ് സെസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഫണ്ട് പിരിച്ചിട്ടും ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പൊ ഇതിൽ വരുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് മൊത്തത്തിൽ തൊഴിലാളികൾക്കിടയിൽ വരുന്ന ഒരു സംസാരം എന്ന് പറയുന്നത്, ഞങ്ങൾ ജോലി ചെയ്യുന്ന പൈസയുടെ ഒരു ഭാഗം ക്ഷേമനിധി ബോർഡിന് കൊടുക്കുന്നു. അതായത് അംശാദായം എന്ന പേരിലാണ് അത് വാങ്ങുന്നത്. ഈ പൈസ വാങ്ങി അവർ ചെയ്യുന്നത് ക്ഷേമനിധി ബോർഡിൻ്റെ ശമ്പളവും അവരുടെ ചെലവും വഹിക്കുന്നു എന്നുള്ളതല്ലാതെ വേറെ യാതൊരു പരിപാടി നടക്കുന്നില്ല. അത് പ്രസിഡന്റ് നേരത്തെ പറഞ്ഞതുപോലെ ശരിക്ക് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 10 വർഷം ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം. ഒരു ക്രെഡിബിളായ ഒരു ഏജൻസി വളരെ കൃത്യമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ
എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ കുംഭകോണം നടന്ന ഒരു മേഖലയാണെന്നാണ്. അതെ. അത് അന്വേഷിക്കുകയും അത് പുറത്തു കൊണ്ടുവരികയും ചെയ്യണം എന്നുള്ളതാണ്. അത് ഈ സർക്കാരിന് ഈ അതിനുള്ള ഒരു ആർജവം തൊഴിലാളികളുടെ ഉണ്ടാകണം. സാമൂഹ്യ സുരക്ഷിതത്വത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ ക്ഷേമനിധിയിൽ പൈസ അടച്ച് 60 വയസ്സ് കഴിഞ്ഞ് അവൻ പെൻഷൻ ആകുമ്പോൾ അവന് ക്ഷേമനിധി പെൻഷൻ കിട്ടും. അതേസമയം കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഈ തൊഴിലാളിക്ക് നിഷേധിക്കണം. അതെ അതെ അതെ. അപ്പോൾ അത് വളരെ ഗൗരവമായി ഈ ഗവൺമെൻറ് പരിഗണിക്കണം. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂടി തൊഴിലാളിക്ക് അവൻ്റെ അംശാദായം അടച്ച് വളരെ നാമമാത്രമായ തുക 1600 രൂപയാണ് കിട്ടുന്നത് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. ആ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്ന തൊഴിലാളിക്ക് ഇപ്പം 2000 ആക്കിയിട്ടുണ്ട്. 2000 ആ പെൻഷൻ മറ്റേ ക്ഷേമനിധി പെൻഷൻ കിട്ടുന്ന ആൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടില്ല എന്ന് പറയുന്ന ഒരു നിലപാടാണ് ഈ സർക്കാർ ഇപ്പോൾ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ എടുത്തത്. അതെ നേരത്തെ ഉണ്ടായിരുന്നത് തീരുമാനം മാറ്റിയതാണ്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ഇത് രണ്ടും കൊടുത്തിരുന്നതാണ്. പിന്നീട് അത് തൊഴിലാളി പക്ഷ സർക്കാർ എന്ന് പറയുന്ന ഇടതുപക്ഷം ഈ 2 പെൻഷനിൽ ഒരെണ്ണം തൊഴിലാളിക്ക് നിഷേധിക്കുന്ന ഒരു സമീപനത്തിലേക്ക്. ഇതൊന്നും ഇവിടെ യഥാർത്ഥത്തിൽ സാമൂഹ്യ പെൻഷൻ എന്ന് പറയുന്ന സാധനത്തിനപ്പുറത്ത് മറ്റേത് തൊഴിൽ പെൻഷനാണ്. അംശാദായം അവകാശമാണ്. ഇവിടെയാണ് ഇവിടുത്തെ സഹാക്കളടക്കം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്ര ഭീകരമായ നിശബ്ദതയായിരുന്നു ഈ വിഷയത്തിലടക്കം CITU അടക്കമുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങൾ എടുത്തത്. ആ വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എടുത്ത സമീപനത്തോട് എത്ര നിശബ്ദതയായിരുന്നു. ഞങ്ങളുടെ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന തൊഴിലാളി വിരുദ്ധതയെല്ലാം ഞങ്ങൾ മറച്ചു വെക്കുന്നു എന്നതാണ്. അല്ല, ഇതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ ഇടതുപക്ഷ സർക്കാർ അധികാരം ഏറ്റെടുത്ത് 1 വർഷം തികയുന്നതിന് മുമ്പ് ഈ ഓർഡർ വന്നിട്ടുണ്ട്. ഈ 2 പെൻഷനും കൂടി ഒരാൾ വാങ്ങാൻ പാടില്ല എന്ന് പറയപ്പെടുന്ന ഒരു സാധനം കൊണ്ടുവന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ നേരത്തെ റെഡിയാക്കി വെച്ച് മുന്നോട്ട് വന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിനെ മറച്ചു പിടിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ച ആയുധം എന്ന് പറയുന്നത് ഈ ക്ഷേമ പെൻഷനുകൾ 600-ൽ നിന്ന് 1600 ആക്കി എന്ന് വലിയ അർത്ഥത്തിൽ അതിന് ശബ്ദത്തോടുകൂടി പറഞ്ഞപ്പോൾ മറ്റേത് ആൾക്കാർ മറക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അല്ല, അത് ഒരു പരിധിവരെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കൊണ്ട്. ക്ഷേമനിധി ബോർഡുകൾ കഴിഞ്ഞ 10 വർഷം എന്ത് ചെയ്തു? ഇപ്പോഴും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാത്ത ക്ഷേമനിധി ബോർഡ് വരെയുണ്ട്. അസംഘടിത തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പുതിയ സർക്കാരിന്റെ മുമ്പിൽ വരേണ്ട പോയിന്റുകളാണ്. ഈ അംശാദായം അടക്കം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. അംശാദായം അടക്കം വർദ്ധിപ്പിച്ചിട്ടും ആനുകൂല്യങ്ങളിൽ വർധനവില്ല, പെൻഷനില്ല എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിശബ്ദരായി ഇരിക്കാൻ കഴിയില്ല. കാരണം ഓരോ ദിവസവും തെരുവിൽ ഇറങ്ങി പ്രക്ഷോഭം നയിക്കേണ്ട ഒരു സാമൂഹ്യ സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത്. അതിനിടയ്ക്കുണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എനിക്ക് പരിചയമുള്ള ഒരാൾ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും അയാൾ ആ ജോലി മാറി മറ്റൊരു മേഖലയിൽ ജോലി ചെയ്യാണ്. അപ്പോൾ ഞാൻ ജോലി മാറി മറ്റൊരു മേഖലയിൽ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ ആ ക്ഷേമനിധിയിലാണ് ചേരേണ്ടത്. അതുകൊണ്ട് ഈ ക്ഷേമനിധി ക്ലോസ് ചെയ്യാൻ വേണ്ടി അയാൾ എഴുതി കൊടുക്കാൻ ചെന്നപ്പോൾ ആ ഓഫീസിൽ നിന്ന് ഓഫീസർ പറയുകയാണ്, നിങ്ങൾ കോവിഡ് കാലത്ത് വാങ്ങിയ 1000 രൂപ തിരികെ നൽകിയാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾ വാങ്ങിയ ആനുകൂല്യങ്ങളൊക്കെ തിരികെ നൽകിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒഴിവാകാൻ സാധിക്കുകയുള്ളൂ. ഈ തൊഴിൽ മേഖലയിലടക്കം വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൊഴിലാളികൾ ക്ഷേമനിധിയിലൊക്കെ ചേരാൻ മടിക്കുന്നു. കാരണം അവർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല, മറ്റാനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ ഇതിനെല്ലാം തകർക്കുന്നൊരു സമീപനത്തിലേക്കാണ് ഗവൺമെന്റിന്റെ നിലപാടുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു മാറ്റം വരണം. മറ്റൊരു പ്രശ്നമുണ്ട്. സത്യത്തിൽ ഇവിടെ ഉണ്ടാകുന്ന വേറൊരു പ്രശ്നം വെച്ചാൽ ക്ഷേമനിധി ബോർഡുകളിൽ ഇരിക്കുന്ന ആരാണ്? ക്ഷേമനിധി ബോർഡുകളിൽ ഇരിക്കുന്നത് അത് നിയന്ത്രിക്കുന്നത് അതാത് കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ഭരണമുള്ള പാർട്ടിയുടെ പൊളിറ്റിക്കൽ നോമിനേഷനുള്ള ആളുകളാണ്. അതേസമയം ആ മേഖലയിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനകളെ എല്ലാം ക്ഷേമനിധി ബോർഡുകളിൽ അംഗങ്ങളാക്കണം. അങ്ങനെ പറയുമ്പോഴാണല്ലോ സ്വാഭാവികമായും തൊഴിലാളി പക്ഷത്ത് നിന്നുള്ള ആവശ്യങ്ങളും സംവിധാനങ്ങളും മുന്നോട്ട് വരുന്നുള്ളൂ. ഇതിപ്പം ഏതെങ്കിലും ഒരു ഗവൺമെന്റ് രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഘടകകക്ഷികൾ എന്ന രീതിയിൽ ആ ഘടകകക്ഷികളുടെ ഭാഗമായിട്ടുള്ള തൊഴിലാളി സംഘടനകൾ മാത്രം ഇരിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അവരൊരു മഹാഭൂരിപക്ഷമായി നിന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കുകയാണ് ഇതേ നടക്കൂ എന്ന് പറയാണ്. എന്നിട്ട് മറ്റേതെങ്കിലും ഒരു സംഘടന അതിൽ ക്ഷേമനിധി ബോർഡിൽ അംഗത്വം എടുക്കുന്നതിന് വേണ്ടി പോലും കോടതിയെ സമീപിക്കേണ്ടി വരുന്നു. അതുപോലും പ്രോപ്പറായി കാര്യങ്ങൾ നടക്കുന്നില്ല. അവിടെ പോലും
വളഞ്ഞ വഴിയിലൂടെ അവരെ ഒഴിവാക്കണമെന്ന സമീപനത്തോടു കൂടിയാണ് നിലവിലുള്ള അതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ സർക്കാർ ആ രീതിയിൽ തന്നെയാണ് തൊഴിലാളി സംഘടനകളെയും ക്ഷേമനിധി ബോർഡുകളെയും കൈകാര്യം ചെയ്തിട്ടുള്ളത്. ശരിക്കും അത് ജനാധിപത്യ വിരുദ്ധമാണ്, തൊഴിലാളി വിരുദ്ധവുമാണ്. ഏതായാലും ഇപ്പോൾ ഒരു പുതിയ ഗവൺമെൻറ് കേരളത്തിൽ നിലവിൽ വന്നിരിക്കുന്നു. നമുക്ക് അത്യാവശ്യം ആ ഗവൺമെൻറ്റിന് ഒരു സമയം കൊടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഒരു ഗവൺമെൻറ് തുടക്കത്തിൽ തന്നെ കുറേ കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള. അതേസമയം കുറച്ച് സമയം കൊടുക്കണം. പക്ഷേ വളരെ ഗൗരവപ്പെട്ട കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തൊഴിൽ മേഖലയിൽ അടക്കം വരുത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ, ക്ഷേമനിധി ബോർഡുകളിൽ നടന്നിട്ടുള്ള അരാജകത്വം, ഇതിനൊക്കെ കുറിച്ച് വളരെ ഗൗരവമായ ഒരു അന്വേഷണം നടത്തി അതിലെ കൃത്യമായ നിലപാടുകൾ പ്രഖ്യാപിക്കണം. പുതിയൊരു തൊഴിൽ സമീപനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. ആശാ വർക്കർമാരുടെ കാര്യത്തിലെടുത്ത നിലപാടുകൾ, വിവിധ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട നിലപാടുകൾ, ഇതൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഇതിനോടുള്ള സമീപനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും FITU ഇപ്പോൾ പുതിയ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട നമ്മുടെ സമീപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ വളരെ ശക്തമായി തൊഴിലാളികളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് തെരുവിലുണ്ടാകും. തനത് പ്രക്ഷോഭങ്ങളും ഇവിടുത്തെ മുഴുവൻ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ചിട്ടുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്കും FITU നേതൃത്വം കൊടുക്കുമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത്.